Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. പെരിയാർ നീന്തിക്കടന്ന് 5 വയസ്സുകാരൻ അയാൻ അഹമ്മദ്. ആലുവ മണപ്പുറം കടവിൽ നിന്ന് ആരംഭിച്ച നീന്തൽ അൻവർ സാദത്ത് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. നല്ല ധൈര്യശാലി. നീന്തിച്ചോട്ടെ. ആലുവ കീഴ്മാട് സ്വദേശിയായ നിയാസ് നാസറിന്റെയും ജുനിതയുടെയും മകനാണ് 5 വയസ്സുകാരൻ അയാൻ അഹമ്മദ്. LKG വിദ്യാർത്ഥിയാണ്. 50 മിനിറ്റ് കൊണ്ടാണ് 780 മീറ്റർ മണപ്പുറം ദേശംകടവിൽ അയാൻ നീന്തിക്കടന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വളാശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ്ബിൽ നീന്തൽ പഠിച്ച ആളാണ്. അപ്പോൾ ഈ വർഷം എൻ്റെ മകനെ കൊണ്ട് രാവിലെ 5:30 ഇവിടെ എത്തി. ആലുവ ക്രസന്റ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അയാൻ. LKGയിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ സാറിന്റെ സജി വളാശ്ശേരി എന്ന വ്യക്തിയുടെ ആശയം എന്ന് പറഞ്ഞാൽ മുങ്ങിമരണങ്ങൾ ഉണ്ടാവരുത്, ഒരാൾ പോലും മുങ്ങി മരിക്കരുത്. നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ 4000 പേരാണ് കേരളത്തിൽ തന്നെ മുങ്ങി മരിച്ചത്, റീസെന്റ് റിപ്പോർട്ട് വന്ന പ്രകാരം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സജി വളാശ്ശേരിയും അദ്ദേഹം നയിക്കുന്ന വളാശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബിന്റെയും പ്രസക്തി. ഒരു കുട്ടി പോലും, ഒരു മുതിർന്നതായിട്ട് ഒരു ജീവന്റെ വില പോലും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും സജി വളാശ്ശേരി എന്ന വ്യക്തിയുടെ ആശയത്തിന് ഒപ്പം നിൽക്കണം. എല്ലാവരും ഇവിടെ വന്ന് നീന്തൽ പഠിക്കുക. ഇനി ഒരു മുങ്ങിമരണം ഉണ്ടാവാതിരിക്കട്ടെ. ഓരോ ദിവസവും നടക്കുന്ന മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാൻ ഏതൊരാൾക്കും നീന്തൽ പരിശീലിക്കാം എന്ന സന്ദേശവുമായി സജി വാളാശ്ശേരി നടത്തുന്ന പരിശീലനത്തിലാണ് 3 മാസം കൊണ്ട് നീന്തൽ പഠിച്ച് അയാൻ പെരിയാർ നീന്തിക്കടന്നത്. റിയാന്റെ സ്കൂൾ അധ്യാപകരും വാളാശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ് അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. ആ പിള്ളേരോധിക്കരുത്. 15 വർഷം കൊണ്ട് ഭിന്നശേഷിക്കാരടക്കം 10,000-ഓളം പേരെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുകയും അതിൽ തന്നെ 2200-ഓളം പേർ പെരിയാറിന് കുറുകെ നീന്തുകയും ചെയ്തതായി സജി വാളാശ്ശേരി പറഞ്ഞു. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മൾ മുങ്ങിമരണങ്ങൾ പേപ്പറിൽ വായിച്ചതാണ്. ആരും മുങ്ങി മരിക്കേണ്ട കാര്യമില്ല. നന്നേ ചെറുപ്പത്തിലെ പോലും നീന്തൽ പഠിക്കാം എന്നുള്ളതാണ് അയാൻ അഹമ്മദ് ഇന്ന് 5 വയസ്സുകാരൻ ആലുവ പെരിയാറ് 780 മീറ്റർ നീന്തി നിങ്ങളെ കാണിച്ചു വന്നത് തെളിയിച്ചത്. ഞാനിത് സന്ദേശം കൊടുക്കുന്നത് ഒരു കുട്ടി പോലും അല്ലെങ്കിൽ ഒരു മുതിർന്ന പോലും മുങ്ങി മരിക്കരുത്. കേരളം മുഴുവൻ ജലാശയം കൊണ്ട് നിറഞ്ഞതാണ്. എവിടെ വേണമെങ്കിലും ഇതുപോലെ വിപ്ലവം സൃഷ്ടിക്കാം. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയണമെങ്കിൽ ആലുവ മണപ്പുറം ദേശംകടവിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലത്ത് വളരെ കൂടുതൽ ആളുകളെ എങ്ങനെ പെട്ടെന്ന് പഠിപ്പിക്കാം എന്നുള്ള ടെക്നിക്കുകൾ അവർക്ക് പകർത്തി കൊടുക്കാം. ഇത് ഏകദേശം ചെറിയ കുട്ടിയായതുകൊണ്ട് ഒരു 3 മാസം വരെ എടുത്തു. ഇത് രാവിലെ എന്നും ഇവിടെ 5 മണി കഴിയുമ്പോഴത്തേക്ക് ആളെത്തും. അത് കഴിഞ്ഞിട്ട് നീന്തൽ പഠിക്കും. അത് കഴിഞ്ഞ് അതിന് ശേഷം മാത്രമാണ് സ്കൂളിൽ പോയി പഠിച്ചത്. 2 പഠിത്തം കൂടെ ഒരുമിച്ച് പഠിച്ച് 2ലും പാസ്സാകാമെന്നുള്ളതാണ് അയാൻ അഹമ്മദ് തെളിയിച്ചിരിക്കുന്നത്. ഈ വർഷം ഇതുവരെ 1500-ഓളം പേർ വന്ന് പരിശീലനത്തിന് ചേർന്നിട്ടുണ്ട്. ഇനിയും ഒരു 1500 പേരെ പരിശീലിപ്പിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാണ്. ഇനി ഞങ്ങള് ഇല പറിക്കാൻ പോവാ.